ഇന്ന് ലോകത്തെ വളരെ സമ്പന്നമായ പ്രദേശങ്ങളാണല്ലോ അറബ് രാജ്യങ്ങൾ. അതായത് ദുബായും അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന രാജ്യം, അതിൽ ദുബായ്, അബുദാബി എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട എമിറേറ്റുകളും നഗരങ്ങളും, അല്ലെങ്കിൽ ഖത്തർ, ഇവരൊക്കെ തന്നെ ഇത്രയും സമ്പന്നമായതെന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ നിക്ഷേപത്തിലൂടെയാണ്. എണ്ണ കണ്ടെത്തിയതോടെയാണ് ഈ രാജ്യങ്ങൾ സമ്പന്നമായത്. അത് കണ്ടെത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ, ഇവരൊരു നാടോടികളായിരുന്നു ഈ അറബികൾ. ഇങ്ങനെ കാലാവസ്ഥ അനുസരിച്ച്, മരുഭൂമിയിലെ കാലാവസ്ഥ അനുസരിച്ച് മാറി മാറി സഞ്ചരിക്കുന്ന, അവിടെ നിന്ന് വേറെ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന നാടോടികളായിരുന്നു. മത്സ്യബന്ധനം അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായിരുന്നു. ഒപ്പം തന്നെ ഈ കടലിൽ നിന്നും മറ്റുമൊക്കെ കിട്ടുന്ന അമൂല്യങ്ങളായ വസ്തുക്കൾ, മുത്തുകൾ, കല്ലുകൾ, ഇതൊക്കെ ലോകം മൊത്തം കൊണ്ടുനടന്ന് വിൽക്കുക. അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുക. ഇതൊക്കെയായിരുന്നു ഇവരുടെ ഒരു പരമ്പരാഗത തൊഴിലെന്ന് പറയുന്നത്. വളരെയധികം ഗോത്രങ്ങളായിട്ടായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. കണ്ണിന് കണ്ണ്, തലയ്ക്ക് തല എന്ന് പറയുന്ന സമ്പ്രദായമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വളരെ അപരിഷ്കൃതരായിരുന്നു ഒരു കാലത്ത് ഈ അറബുകൾ എന്ന് പറയുന്നത്. അറബി ഭാഷ സംസാരിക്കുന്നവരെയാണ് പൊതുവെ അറബികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്നത്തെ അറബ് രാജ്യങ്ങളെ ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ അറബ് രാജ്യങ്ങൾ ഒരു കാലത്ത് തികച്ചും ദരിദ്രരും അപരിഷ്കൃതരുമായിരുന്നു. ആ സമയത്ത് ഇന്ത്യയും ചൈനയും ഒക്കെ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നവും സമൃദ്ധവുമായിട്ടുള്ള പ്രദേശമായിരുന്നു, വിശേഷിച്ച് ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവര് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ കച്ചവടം ചെയ്ത്, ഇവിടെയുള്ള ആളുകളെ സഹായിച്ച്, ഇവിടത്തെ മിലിറ്ററിയിൽ ചേർന്ന്, ഇവിടെയുള്ള രാജാക്കന്മാരെ സഹായിച്ച്, അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ ഇവിടെ നിന്ന് മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പലരും സ്കിൽഡ് ആയിട്ടുള്ള ജോലികളിലാണ് പോകുന്നത്. എന്നാൽ അറബികൾ അക്കാലത്ത് അത്ര സ്കിൽഡ് വർക്കേഴ്സും ആയിരുന്നില്ല. അവർ ഫിസിക്കലി നല്ല ഫിറ്റ് ആയിരുന്നു. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നു. പക്ഷെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്കിൽഡ് ലേബേഴ്സ് ആയിരുന്നില്ല അവർ. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയിൽ വന്നാലും കേരളത്തിൽ വന്നാലും അങ്ങനെ പ്രധാനപ്പെട്ട ജോലികളൊന്നും ചെയ്യാൻ അവർക്ക് അറിയില്ലായിരുന്നു. അവർ കൂടുതൽ പേരും കച്ചവടം ചെയ്തൊക്കെ ജീവിച്ചിരുന്നവരാണ്. അങ്ങനെ ഉണ്ടായിരുന്ന അറബികൾ പിന്നീട് യൂറോപ്യൻസിന്റെയും മറ്റുമൊക്കെ കോളനികളായിട്ട് അവർ മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ചരിത്രം ഉണ്ടായിരുന്ന അറബികൾ ഇന്ന് നമ്മളെക്കാൾ സമൃദ്ധമായത് അവിടെ എണ്ണ നിക്ഷേപം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാൽ നാളെ ഇതേ ഒരു കാലത്ത് അറബികൾ ഇന്ത്യയിലേക്ക് ജോലിക്ക് വന്നിരുന്നത് പോലെ, ഇന്ന് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും അറബ് നാടുകളിലേക്ക് ജോലിക്ക് ആളുകൾ പോകുന്നത് പോലെ, അറബ് നാടുകളിൽ നിന്ന് വീണ്ടും നമ്മുടെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ആളുകൾ ജോലി ചെയ്യാൻ വരുമെന്ന് ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പലർക്കും അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നടക്കുമോ? അവർ വളരെ സമ്പന്നരല്ലേ. അതുപോലെ സമ്പന്നനായിരുന്നൊരു ചരിത്രമായിരുന്നു കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ആ സമ്പന്നമായിരുന്ന നാട്ടിൽ നിന്ന് ആളുകൾ ഒരു കാലത്ത് ഒന്നുമല്ലായിരുന്ന ദരിദ്രരായിരുന്ന മനുഷ്യരുടെ നാട്ടിൽ പോയി ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്നുണ്ട്. ഇത് വീണ്ടും തിരിച്ച് സംഭവിക്കാം. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒക്കെ പൊട്ടൻഷ്യൽ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ നമ്മളിപ്പോൾ പ്രവർത്തിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. വൈകാതെ തന്നെ ഹൈഡ്രജൻ ട്രെയിനുകൾ ഇന്ത്യയിൽ വരും. അതോടൊപ്പം തന്നെ സോളാർ സംവിധാനം ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കാറുകളും ബൈക്കുകളും അതുപോലെ തന്നെ നമ്മുടെ ഡ്രോണുകളും ഒക്കെ ഭാവിയിൽ ധാരാളമായിട്ടുണ്ടാവും. ഇന്നിപ്പോൾ സോളാർ ടെക്നോളജി എന്ന് പറയുന്നത് ശൈശവത്തിലാണ്. അത് കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ആകുമ്പോൾ ഇന്നത്തെ അതിന്റെ പരിമിതികളെയൊക്കെ മറികടക്കാൻ അതിന് കഴിയും. സൂര്യപ്രകാശത്തെ കൂടുതൽ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ അതിന് കഴിയും, എനർജിയാക്കി മാറ്റാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ സോളാർ സിസ്റ്റംസ് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ന് ഇന്ത്യൻ വിപണികളിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ വേണ്ട ക്രൂഡ് ഓയിൽ നിക്ഷേപം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാകും. നമ്മുടെ കൊല്ലം ഉൾപ്പെടെയുള്ള തീരങ്ങളിലും കടൽ ഭാഗങ്ങളിലുമൊക്കെ ധാരാളം ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉണ്ടെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ സമുദ്ര ഭാഗങ്ങളിൽ ഉൾപ്പെടെ ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്താനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇത് വൈകാതെ തന്നെ സാധ്യമാവുകയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നുണ്ട്. യുറേനിയം പോലെയും പ്ലൂട്ടോണിയം പോലെയും ഒക്കെ തന്നെ ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് തോറിയം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ചൈന തോറിയം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു റിയാക്ടർ നിർമ്മിക്കുന്നതിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഈ രംഗത്ത് കുറെ കാലമായിട്ട് ഇത്തരം റിയാക്ടറുകൾ നിർമ്മിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ലോകത്തെ ആകെ തോറിയം നിക്ഷേപത്തിന്റെ ഏതാണ്ട് 25 മുതൽ 30% ഇന്ത്യയിലാണ്. അതിൽ തന്നെ ഇന്ത്യയിലെ ആകെ നിക്ഷേപത്തിന്റെ ഏതാണ്ട് 70% നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒഡീഷയിലുമായിട്ടാണ് ഉള്ളത്. തോറിയം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഫ്യൂവൽ അല്ല. അതുകൊണ്ട് തന്നെ തോറിയത്തിന് നമുക്ക് യുറേനിയം 233 ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഒരു ലോങ് ടേമിലേക്കായിട്ടുള്ള എനർജി സൊല്യൂഷനായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രാരംഭ നടപടികൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങി. ഇപ്പോൾ ഇതിന്റെ ഗവേഷണം പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ ഇന്ത്യ ഒരു തോറിയം റിയാക്ടർ നിർമ്മിച്ചുകൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുകയും ചെയ്യും. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അത് സാധിക്കും. ഇന്ത്യയിലെ ആകെ തോറിയം നിക്ഷേപം കുറഞ്ഞത് 1 മില്യൺ ടണ്ണെങ്കിലും ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് 10 ലക്ഷം ടണ്ണിന് മുകളിൽ
ഈ തോറിയ നിക്ഷേപം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് ഒരു ആവറേജ് കണക്ക് വെച്ച് വേണമെങ്കിൽ 1 മില്യൺ എണ്ണം ആണവായുധങ്ങൾ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിച്ചുണ്ടാക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഇതിനെ നമുക്ക് ആണവായുധമാക്കി മാറ്റാനോ അല്ലെങ്കിൽ ആണവ ഇന്ധനമാക്കി മാറ്റാനോ കഴിയില്ല. അതിനെ യുറേനിയമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതിന് വേണ്ട ടെക്നോളജീസ് വളരെ ക്രിട്ടിക്കലാണ്. ഇന്ത്യ അത് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിലാണിപ്പോൾ. എനർജിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് പല രാജ്യങ്ങളെയും ഇന്ന് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെയും US-നെയും റഷ്യയും പോലും ഒക്കെ നമുക്ക് ക്രൂഡ് ഓയിലിന്റെ ആവശ്യത്തിനും ഒക്കെ ആയിട്ട് നമുക്കിന്ന് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ എനർജി കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടുന്നതോട് കൂടിയിട്ട് ഇന്ത്യ കൂടുതൽ സമൃദ്ധമായിട്ട് ഇന്ത്യക്ക് വളരാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന്, ക്രൂഡ് ഓയിലിന്റെ ആവശ്യം ലോകത്ത് കുറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ എണ്ണയ്ക്ക് ഡീസലിനും പെട്രോളിനും ഒന്നും ആവശ്യക്കാരില്ലാതായിട്ട് വരുന്നൊരു കാലം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നും വികസനത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ പതിയെ പതിയെ അവരുടെ എക്കണോമി ഡൗൺ ആവാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അവർ തകർന്നങ്ങ് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് തകർന്നില്ലാതാവുന്നില്ല. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് UAEയും സൗദിയും ഒക്കെ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷെ അത് കൂടുതലും ടൂറിസത്തിനെയൊക്കെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പിന്നെ ഈ രാജ്യങ്ങൾ ഹെവി ഇൻവെസ്റ്റ്മെന്റ് പൊട്ടൻഷ്യൽ പവർ ആകാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ നടത്തുന്നുണ്ട്. UAEയും സൗദിയും ഒക്കെ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ കുറെ കൂടി മികച്ചതായിരിക്കുമെന്ന് അവർക്കറിയാം. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്പനികളിലും ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഭാവിയിൽ ഗൾഫ് രാജ്യങ്ങളുടെ പോപ്പുലേഷൻ അനുസരിച്ച് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ രാജ്യങ്ങളിൽ ഇല്ലാതെ വരും. അന്ന് ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് സ്കിൽഡ് ആയിട്ടുള്ള ജോബ് അറിയാവുന്ന ആൾക്കാർ, പണ്ടത്തെ പോലെ ഒന്നും അറിയാതിരുന്ന അറബികൾ വന്നതുപോലെയല്ല, കച്ചവടക്കാരായിട്ട് മാത്രമല്ല സ്കിൽഡ് മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യാനായിട്ട് അറബികൾ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും വരികയും ചരിത്രം വീണ്ടും അതിങ്ങനെ ഒരു ചക്രം പോലെയാണല്ലോ, കാലചക്രം എന്ന് പറയുന്നത് പോലെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ റൊട്ടേഷൻ വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ വന്നു ചേരുകയും അവർ ഇന്ത്യയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ജോലി ചെയ്യുന്നു, നാളെ അവർ ഇങ്ങോട്ട് വരും. നമ്മുടെ കേരളം ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറും. ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം കേരളം മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ എങ്കിലും ഇതിനേക്കാൾ കൂടുതൽ വികസിക്കാനുള്ള സാധ്യതകൾ കേരളത്തിനുണ്ട്. അത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും അതിനൊരു കാരണമാണ്. നമ്മുടെ തീരങ്ങൾ, നമ്മുടെ കേരളം എടുത്ത് നോക്കൂ, അങ്ങ് കാസർഗോഡ് തൊട്ട് നമ്മുടെ തിരുവനന്തപുരം വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടൗണുകളും നഗരങ്ങളും ഇതിനിടയിൽ നമുക്ക് കാണാൻ പറ്റും. തുടർച്ചയായിട്ട് ഒരു വലിയ സിറ്റി പോലെ തന്നെയാണ് കേരളത്തിന്റെ. ഇപ്പൊ നാഷണൽ ഹൈവേ മാത്രം എടുത്തു നോക്കിയാൽ മതി. പല സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും അവരുടെ നാഷണൽ ഹൈവേ പോകുന്നത് വിജനമായ പ്രദേശങ്ങളിലൂടെയും തരിശ് ഭൂമിയുടെയൊക്കെ ഇടയിൽ കൂടെയാണെങ്കിൽ കേരളത്തിന്റെ നാഷണൽ ഹൈവേ തന്നെ കടന്നു പോകുന്നത് വളരെ ഒരു പട്ടണത്തിന്റെ ഉള്ളിലൂടെ എന്ന ഫീല് നമുക്ക് മുഴുവൻ നീള യാത്രയിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അത്രയും വികസനം കേരളത്തിൽ ഉണ്ടാകും. ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ വികസനം ഭാവിയിൽ വരും. ഇപ്പൊ തോറയം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വളരെ ഭംഗിയായിട്ട് ഖനനം ചെയ്തെടുത്തുകൊണ്ട് അതിനെ എനർജിയാക്കി മാറ്റാൻ കഴിയുകയാണെങ്കിൽ അത് നമ്മുടെ സാധ്യതകൾ വളരെ വർദ്ധിപ്പിക്കും. അതിന് പുറമെ ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അനന്തമായ സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. കൊച്ചി തുറമുഖം വിഴിഞ്ഞവുമായിട്ട് ഫ്യൂച്ചറിൽ കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കുകയും അതിലൂടെ കേരളത്തിന് മുഴുവൻ വലിയ രീതിയിലുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. നമ്മൾ ഇന്ന് ഗൾഫ് രാജ്യങ്ങളുടെ കൂടി പണത്തെ വളരെയധികം ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. കേരള ഗവൺമെന്റ് കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ വരുന്ന പല ഇൻവെസ്റ്റ്മെന്റ്സും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും ഇപ്പൊ ഇടുക്കിയിലും കോട്ടയത്തും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പത്തനംതിട്ടയിലും ഒക്കെ ഉള്ളതുപോലെ മലകൾ നിറഞ്ഞ പ്രദേശമല്ല. വളരെ വിശാലമായ പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. വളരെ പരന്നു കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ എറണാകുളത്തും ആലപ്പുഴയിലും തൃശ്ശൂരും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ അങ്ങനെയുള്ള പ്രദേശങ്ങൾ ധാരാളമുണ്ട്. മാത്രമല്ല ജലത്തിന്റെ ഒരു ദൗർലഭ്യം ഇവിടെ ഇല്ല. നമുക്ക് പ്രകൃതി സമ്പന്നമായ രീതിയിലുള്ള ഒരുപാട് സോഴ്സുകളുണ്ട് ജലത്തിന്. സമുദ്ര തീരങ്ങൾ മാത്രമല്ല, അപ്പൊ സോഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ബിസിനസ്സിന് ആവശ്യമായ ഫാക്ടറികൾക്കും മാനുഫാക്ചറിങ്ങിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിനുണ്ട്. ഒപ്പം ടൂറിസം രംഗത്തും അനന്തമായ സാധ്യതകൾ കേരളത്തിനുണ്ട്. ഇതെല്ലാം ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ഇപ്പൊ വിഴിഞ്ഞം പ്രോജക്റ്റ് കൂടി യാഥാർത്ഥ്യമാവുന്ന സ്ഥിതിക്ക് അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ തന്നെ കേരളത്തിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. കൂട്ടത്തിൽ എണ്ണ നിക്ഷേപത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എണ്ണ നിക്ഷേപം ധാരാളം ഇവിടെ ഉണ്ട് എന്നാണ് ഇപ്പൊ കരുതപ്പെടുന്നത്. തോറിയം പോലെയുള്ള വളരെ റെയർ ആയിട്ടുള്ള നിക്ഷേപങ്ങളും ഇന്ത്യയിലുണ്ട്. അപ്പൊ അതിൽ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒഡീഷയിലുമായിട്ട് 70% എന്ന് പറയുമ്പോൾ അത് വളരെ വലുതാണ്. അപ്പൊ നമ്മുടെ കടൽ തീരങ്ങൾ പോലും നമുക്ക് സമ്പത്തുണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് തെളിയുകയാണ്. അപ്പോൾ വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ ഒരു പ്രദേശമായിട്ട് നമ്മുടെ കേരളം മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇന്നത്തെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡൊന്നും കണ്ടാലും വിഷമിക്കേണ്ടതില്ല. ഭാവിയിൽ ചിലപ്പോൾ ഇതൊക്കെ മാറിയിട്ട്
ഒരു യൂറോപ്യൻ രാജ്യത്തിനോട് കിടപിടിക്കുന്ന ചിലപ്പോൾ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ കേരളം മാറാൻ സാധ്യതയുണ്ട്.